പ്രതിഷേധത്തിൽ കിട്ടിയ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഞാനൊന്ന് തിരിച്ചു വരാം. ഇപ്പോൾ കണ്ണൂരിലെ വിവരങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത്? കണ്ണൂരിലെ ഒരു പോളിംഗ് ശതമാനം എത്രത്തോളമുണ്ട്? ലബീഷ്, പിണറായിയിലെ RC അമല ബേസിക് UP സ്കൂളിലാണ് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന ഒരു ആത്മവിശ്വാസമായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ രാജ്യത്ത് BJPക്കെതിരെയുള്ള വലിയ ഒരു മുന്നേറ്റമാണ് നടക്കുന്നത്. രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് ഇത്തവണ BJPയെ ഈ ഭരണത്തിൽ നിന്നും ഇല്ലാതാക്കണം എന്ന ഒരു കാര്യം ജനതയ്ക്കറിയാം. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു അവസരം അവർ മുതലെടുക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ നിലവിൽ ഇതുവരെ BJPക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. BJP ഒരു മണ്ഡലത്തിലും കേരളത്തിൽ 2ാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാനും മുഖ്യമന്ത്രിക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം BJP കേരളത്തിനെതിരെ വലിയ, അതായത് കേരളത്തിന് അനുകൂലമായ ഒരു നടപടികളും എടുത്തിരുന്നില്ല. അതിനുള്ള ഒരു ജനവിധി കൂടിയാകും കേരളത്തിൽ നിന്നുണ്ടാവുക. BJPക്ക് ഒരു മുന്നേറ്റവും കേരളത്തിൽ നിന്നുണ്ടാകില്ല എന്ന കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ UDFന്റെ MPമാർക്കെതിരെയും വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. UDFന്റെ MPമാരും കേരള വിരുദ്ധ സമീപനമായിരുന്നു എടുത്തിരുന്നത്. അതും ഇത്തവണത്തെ ഇലക്ഷനിൽ കാണുവാൻ വേണ്ടി സാധിക്കും. അതിനാൽ തന്നെ UDFനെയും ഒപ്പം തന്നെ NDAയും ഇവർ, അതായത് ജനങ്ങൾ മാറ്റി നിർത്തി LDFന് വലിയ രീതിയിലുള്ള വിജയം, ഒരു ചരിത്ര വിജയം തന്നെ നൽകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇത് തന്നെയായിരിക്കും LDFന്റെ വലിയ നേട്ടമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ലിബീഷ്, അമൽ, വളരെ ശക്തമായ പ്രചരണമാണ് കണ്ണൂരിൽ നടന്നത്. ഏതു വിധേനയോ മണ്ഡലം തിരിച്ചുപിടിക്കുക CPMന് അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ MV ജയരാജനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവർ അവിടെ രംഗത്തിറക്കി. K സുധാകരനെ തന്നെ നിയോഗിക്കുകയായിരുന്നു UDF. മറ്റൊരു സ്ഥാനാർത്ഥിയെയും അവിടെ ആദ്യഘട്ടത്തിൽ ആലോചനയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും K സുധാകരനെ തന്നെ നിയോഗിക്കാനാണ് UDF തീരുമാനിച്ചത്. BJP കോൺഗ്രസിൽ നിന്നും C രഘുനാഥിനെ പിടിച്ചെടുത്ത് അവിടെ അവതരിപ്പിക്കുമ്പോൾ ശക്തമായ പ്രചരണം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീടാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തത്. കണ്ണൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എത്രത്തോളം ശക്തമാണ്? ആ പ്രചാരണത്തിൻ്റെ ഒരു പ്രതിഫലനം വോട്ടർമാരെ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നുണ്ടോ? ലബീഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലം. CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ KPCC പ്രസിഡന്റുമാണ് ഇവിടെ പരസ്പരം മത്സരിക്കുന്നത്. ആ ഒരു വാശിയും വീറും പ്രചരണ സമയങ്ങളിൽ തന്നെ കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. ഒപ്പം തന്നെ NDAയുടെ ഭാഗമായി C രഘുനാഥ് കോൺഗ്രസിൽ നിന്നും പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിനും വ്യക്തിപരമായ ഒരുപാട് വോട്ടുകൾ ലഭിക്കും. അത്തരം പ്ലാനുകൾ തന്നെയാണ് NDAക്കും ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ശക്തമായൊരു മത്സരം തന്നെയാണ് കണ്ണൂരിൽ നടക്കുക. ഒരു ത്രികോണ മത്സരം തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത് എന്നത് യാതൊരു സംശയവുമില്ലാതെ പറയുവാൻ വേണ്ടി സാധിക്കും. അത് തന്നെ നമുക്ക് ഈ പോളിംഗ് സമയങ്ങളിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓരോ ബൂത്തുകളിലേക്കും ഇത്തരത്തിൽ വോട്ടർമാരുടെ ഒഴുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓരോ മുന്നണിയുടെ പ്രവർത്തകരും വോട്ടർമാരെ എത്തിക്കുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത്തരത്തിൽ വലിയൊരു തിരക്ക് തന്നെ ഈ ഓരോ പോളിംഗ് ബൂത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ശക്തമായ രീതിയിൽ തന്നെ നടക്കുന്നു. അതായത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഇല്ലാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ സേന നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായും ഈ കണ്ണൂർ മണ്ഡലത്തെ പറ്റി പറയുമ്പോൾ 3 മണ്ഡലങ്ങളിലെ വോട്ടുകളാകും ഏറ്റവും, അതായത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാവും ഏറ്റവും പ്രധാനമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ, അഴീക്കോട്, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഏറെ നിർണായകമാകും. ഈ വോട്ടുകളിൽ വലിയ ഒരു വർധനവ് ഉണ്ടാക്കിയാൽ LDFന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു കയറുവാൻ വേണ്ടി സാധിക്കുമെന്ന ഒരു ധാരണയാണ് ഉള്ളത്. എന്നാൽ ഈ ഒരു മണ്ഡലങ്ങളിലെ വോട്ടുകളിൽ കുറവുണ്ടാക്കിക്കൊണ്ട് വിജയം അല്ലെങ്കിൽ ഈ UDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നൊരു ധാരണയിലാണ് UDF ഉള്ളത്. കഴിഞ്ഞ തവണ പരിശോധിക്കുകയാണെങ്കിൽ LDFന് വലിയ മേധാവിത്വമുള്ള കണ്ണൂർ, അഴീക്കോട്, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ പരമാവധി വോട്ട്
കുറയ്ക്കുവാൻ വേണ്ടി UDF സാധിച്ചിരുന്നു. ഒപ്പം തന്നെ തളിപ്പറമ്പിൽ 725 വോട്ടിന്റെ ലീഡ് നേടുവാനും കെ സുധാകരന് സാധിച്ചിരുന്നു. അതിനാലായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. ഒപ്പം തന്നെ പേരാവൂർ, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങൾ UDF മണ്ഡലങ്ങളാണ്. അവിടെ പരമാവധി വോട്ട് ശേഖരിക്കുക, ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക. അങ്ങനെയാണെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സാധിക്കും എന്ന ഒരു പ്ലാനിങ്ങിലാണ് UDF ഉള്ളത്. അതേസമയം തന്നെ ശക്തമായ, അതായത് LDF കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂരും അഴീക്കോടും പരമാവധി വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഇത്തവണ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് നിലവിൽ LDF പദ്ധതികൾ. അത്തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഓരോ പോളിംഗ് ബൂത്തിലേക്ക് നോക്കുമ്പോഴും അത്തരത്തിൽ വോട്ടർമാരുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശരി അമൽ, കണ്ണൂരിലും വളരെ ശക്തമായ പോളിംഗ് ആണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. LDF ചരിത്ര വിജയം നേടുമെന്ന ഒരു പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പങ്കുവച്ചത്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും അമൽനാഥ് നൽകിയത്. കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 2 മണിക്കൂറോടടുക്കുമ്പോൾ എങ്ങനെയാണ് കോഴിക്കോട്ടെ ഒരു പോളിംഗ്? ആളുകൾ കൂടുതലായി ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടോ? മറ്റ്